തിരുവനന്തപുരത്ത് വിദേശത്തും ആരോഗ്യ വകുപ്പിലും ജോലി വാഗ്ദാനം ചെയ്ത തട്ടിപ്പ്. അരുവിക്കര മൈലം സ്വദേശിയായ അനിൽ ബാബു ലക്ഷങ്ങൾ തട്ടിയെടുത്തെന്നാണ് പരാതി. പണം തിരികെ ചോദിച്ച പരാതിക്കാരിയെ വാഹനമിടിപ്പിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ചതായും പരാതിയുണ്ട്. ഒളിവിലുള്ള പ്രതിക്കായി ആര്യനാട് പോലീസ് അന്വേഷണം ഊർജിതമാക്കി. വിദേശത്ത് അക്കൗണ്ടന്റായും കേരളത്തിലെ ആരോഗ്യവകുപ്പിലും ജോലി വാഗ്ദാനം ചെയ്താണ് അനിൽ ബാബു തട്ടിപ്പ് നടത്തിയത്. വെള്ളനാട് സ്വദേശികളായ ശ്രീജ, സിന്ധു, അരുവിക്കര സ്വദേശിനി എന്നിവരിൽ നിന്നായി 3,13,000 രൂപയാണ് ഇയാൾ കൈക്കലാക്കിയതെന്നാണ് പരാതി. ഒരാൾക്ക് 1 ലക്ഷം രൂപ വീതം നൽകിയാൽ ജോലി ഉറപ്പാക്കാമെന്നായിരുന്നു വാഗ്ദാനം. വിശ്വാസ്യത നേടിയെടുക്കാൻ ആദ്യം വിദേശത്ത് ജോലി വാഗ്ദാനം ചെയ്യുകയും പിന്നീട് അത് തടസ്സപ്പെട്ടെന്ന് പറഞ്ഞ ആരോഗ്യവകുപ്പിലെ സ്ഥിരം ജോലി എന്ന വാഗ്ദാനം നൽകുകയുമാണ് ചെയ്തത്. നല്ലതോ പക്ഷെ ഞങ്ങൾക്ക് ജോലി വേണ്ട, പൈസ മതി, ഞങ്ങൾക്ക് ജോലി വേണ്ട, എന്റെ കാര്യത്തിൽ എനിക്ക് ഇനി പൈസ മതി. ഓക്കെ, നാളെ 5 മണിക്ക് ശരിയാണ്. പക്ഷെ നിന്നെ നമുക്ക് കാണണം. ഇനി നമുക്ക് വീട്ടിൽ കയറാൻ പറ്റൂല. എന്റെ സഹോദരങ്ങൾ എല്ലാവരും അറിഞ്ഞുകൊണ്ട് ഇനി വീട്ടിൽ കയറാൻ പറ്റൂല. ചേച്ചി 5 മണി 5 പോലും ആവത്തില്ല. 5 മണിക്ക് മുമ്പേ ചേച്ചിയുടെ അക്കൗണ്ട് വരും. 5 പോലും ആവത്തില്ല. ഞാൻ ഇത്രയും നിങ്ങളെല്ലാം റെക്കോർഡിംഗ് ഉണ്ടല്ലോ, എല്ലാരും കേട്ടോണ്ടല്ലേ ഇരിക്കണത്. ഞാൻ 5 ആവത്തില്ല. സ്വർണം പണയം വെച്ചും വായ്പയെടുത്തുമാണ് ഇവർ പണം കണ്ടെത്തിയത്. പണം തിരികെ ചോദിച്ച് പലതവണ അനിൽ ബാബുവിനെ സമീപിച്ചെങ്കിലും ഒഴിഞ്ഞു മറുകയായിരുന്നു. മാസങ്ങൾ കഴിഞ്ഞിട്ടും ജോലി ലഭിക്കാതെ വന്നതോടെയാണ് തട്ടിപ്പ് വ്യക്തമായതെന്ന് പരാതിക്കാർ പറയുന്നു. ഗൾഫിലെന്നാണ് പറഞ്ഞ ആ സമയം പൈസ നമ്മൾ ആദ്യം 60,000 രൂപ കൊടുത്തു. 60,000 രൂപ ജോലി കയറിന് ശേഷം കൊടുത്താൽ എന്നാണ് പറഞ്ഞത്. കുറച്ച് ദിവസം കഴിഞ്ഞിട്ടും ജോലി ഒരു ലക്ഷണവും ഇല്ല. ഞങ്ങൾ വിളിച്ചപ്പോൾ അത്രയും ഫോൺ എടുക്കും, ചേച്ചി ഒരാഴ്ച ആവും എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നമ്മളെ പറ്റിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അവൻ്റെ നാട്ടിൽ പോയി അന്വേഷിച്ചു. അവിടെ ചെന്ന് അന്വേഷിച്ചപ്പോൾ 80ഓളം പേരെ പറ്റിച്ചതായിട്ടാണ് ഞങ്ങൾ അറിഞ്ഞത്. അരുവിക്കര പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തപ്പോൾ അവിടെ നിന്ന് ചെന്നപ്പോഴറിഞ്ഞതാണ് അവിടെ വേറെയും പരാതി അവൻ്റെ പേരിൽ എത്തിയിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. കുറച്ച് പൈസ എന്തോ കൊടുത്ത് സെറ്റിലായിട്ടുണ്ട്, നിങ്ങളെ പൈസയും കിട്ടുമായിരിക്കും, പക്ഷേ ഞങ്ങൾക്ക് ഈ പൈസ ഇതിൽ നമുക്ക് ഇടപെടാൻ പറ്റൂല, എന്നാലും നിങ്ങൾ 3 പെണ്ണുങ്ങളായോണ്ട് ഞങ്ങൾ ശ്രമിക്കാം എന്ന് പറഞ്ഞു. ജനപ്രതിനിധികളുടെയും പോലീസിന്റെയും സാന്നിധ്യത്തിൽ നടന്ന ഒത്തുതീർപ്പ് ചർച്ചകളും ഇയാൾ ലംഘിച്ചു. പണം ആവശ്യപ്പെട്ട് പിന്നാലെ ചെന്ന ശ്രീജയെ മരൻകീഴ് വെച്ച് വാഹനം പിടിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ചതായും പരാതിയുണ്ട്. ഈ ആക്രമണത്തിൽ ശ്രീജയുടെ കൈക്ക് പരിക്കേറ്റിട്ടുണ്ട്. നേരത്തെയും സമാനമായ തട്ടിപ്പ് കേസിൽ തിരുവനന്തപുരം ഫോർട്ട് പോലീസ് ഇയാളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. 80ഓളം പേർ ഇയാളുടെ തട്ടിപ്പിന് ഇരയായതാണ് നാട്ടുകാർ പറയുന്നത്. പരാതി ഉയർന്നതിന് പിന്നാലെ അനിൽ ബാബുവും കുടുംബവും ഒളിവിലാണ്. പണം കൈമാറിയതിന്റെ തെളിവുകൾ ശേഖരിച്ചു വരികയാണെന്നും പ്രതിക്കായി തിരച്ചിൽ ശക്തമാക്കിയിട്ടുണ്ടെന്നും പോലീസ് പറഞ്ഞു. കേരള വിഷൻ ന്യൂസ്, തിരുവനന്തപുരം.